ഹലോ എവരി വൺ, എംപികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റ് 2025 കെമാറ്റ് എക്സാം 2025 പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെയായിട്ടുള്ള പ്രിപ്പറേറ്ററി വീഡിയോസിൽ പുതിയൊരു എപ്പിസോഡാണ്. ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചില ഏരിയാസ്, ഇത് വളരെ വിശാലമായ ഏരിയ ആണ്. എക്സാമിന് 40 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, അപ്പോൾ നമുക്ക് കുറച്ച് റീഡിങ്ങിലൂടെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് കൂടുതൽ ഹയർ മാർക്സ് കിട്ടാനും ഒക്കെ ഈ ഒരു ഏരിയയിൽ കുറേ കൂടെ ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഏരിയ ആണ്. കാരണം നമുക്ക് ഇക്വേഷൻ വെച്ചോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റീഡിങ്ങിലൂടെ കൂടുതൽ റീഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിലൊക്കെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക. അതിൽ തന്നെ ജനറൽ നോളജ് എന്നുള്ള ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വളരെ വാസ്റ്റ് ആണ്. പക്ഷേ കറണ്ട് അഫയേഴ്സ് എന്ന് റീസെൻ്റ്ലി സംഭവിച്ച, പ്രത്യേകിച്ച് ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് തിങ്, നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ഈ സെക്ഷനിൽ അത് ജനറലി വരുന്നതെന്ന് നോക്കാം. ജനറൽ നോളജ് എന്നുള്ള ഏരിയയിലേക്ക് എടുക്കുമ്പോൾ അതിൽ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ജനറൽ നോളജിൽ ലിറ്ററേച്ചർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. എഗെയിൻ ഓഫ് കോഴ്സ് കറണ്ട് അഫയേഴ്സ് ആണ് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. റീസെന്റ് ആയിട്ടുള്ള ബിസിനസ് ന്യൂസുകൾ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എഗെയിൻ സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ്, അത് ബിസിനസ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷങ്ങളിലൊക്കെ മാധ്യമ ശ്രദ്ധ നേടിയ വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെയാണ് സാധാരണ ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റുന്ന. നമുക്ക് 40 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഏരിയ ആണ്. 40 ക്വസ്റ്റ്യൻസ്. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ലെവലുള്ളതായിരിക്കും. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷനിലൂടെ നമുക്ക് ഏതായാലും 20-25 നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് 30 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ സോൾവ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു സെക്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ പുതിയൊരു ഓപ്ഷൻ, നമ്മൾ പുതിയൊരു സർവീസും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് വീഡിയോസ്, നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചില വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കെമാറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി സെക്ഷൻ വൈസ് ആയിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നു. അത് നമ്മളൊരു എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഒരു മെമ്പർഷിപ്പ് ഓപ്ഷൻ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ എന്നുള്ള ബട്ടൺ നോക്കുകയാണെങ്കിൽ, സബ്സ്ക്രിപ്ഷനൊപ്പം തന്നെ ജോയിൻ എന്നുള്ള ബട്ടൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊരു മന്ത്ലി ഒരു 59 rupees എന്നുള്ള രീതിയിലാണ് ഒരു മെമ്പർഷിപ്പ് ഓപ്ഷൻ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മറ്റു ചില ചാനലുകളിലൊക്കെ മെമ്പർഷിപ്പ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ 100+ ഒരു എമൗണ്ടിലാണ്. ഇത് നിങ്ങൾക്ക് റിക്കറിങ് എമൗണ്ട് ആണ്. നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഈ മെമ്പർഷിപ്പ് എടുക്കാം, എനി ടൈം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില വീഡിയോസ് മെമ്പേഴ്സിൽ മാത്രം അവൈലബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കെമാറ്റ് എക്സാം പ്രിപ്പറേറ്ററി, അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള MBAയിലേക്ക് പഠിക്കാൻ കയറുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള CV പ്രിപ്പറേഷൻ, GD ഇന്റർവ്യൂ, അങ്ങനത്തെ ചില എക്സ്ക്ലൂസീവ് വീഡിയോസുകൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് മാത്രമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു മെമ്പർഷിപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് എക്സ്പേർട്സിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് അങ്ങനെ ആ രീതിയിലാണ്, അതുകൊണ്ടാണ് നമ്മളൊരു എക്സ്ട്രാ പേയ്മെന്റ് വെച്ച് ഈ ഒരു ഫോറത്തെ ഫില്ലപ്പ് ചെയ്യുന്നത്. സോ മെമ്പർഷിപ്പ് ഓപ്ഷൻ ചാനലിൽ ഓപ്പൺ ആയിട്ടുള്ള വീണ്ടും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ കെമാറ്റ് പ്രിപ്പറേറ്ററി വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്ക്ലൂസീവ് വീഡിയോസ്, പ്രത്യേകിച്ച് ജനറൽ നോളജുമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് മെമ്പേഴ്സ് ആയ വിദ്യാർത്ഥികൾക്കായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മന്ത്ലി ഒരു തവണ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താൽ പിന്നീട് നിങ്ങൾക്ക് എനി ടൈം ക്യാൻസൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ രീതിയിലൊക്കെ അതിനകത്ത് യൂട്യൂബിൽ ഓപ്ഷൻസ് ഉണ്ട്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. മറ്റ് കൂടുതൽ പ്രിപ്പറേറ്ററി വീഡിയോസ് നമ്മൾ പ്രത്യേകിച്ച് മാത്സ്, ലോജിക് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിലുണ്ട്. ഇത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. മെമ്പർഷിപ്പായിട്ട് വ്യത്യാസമാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. പ്ലേലിസ്റ്റ് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചാനലിലെ പ്ലേലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിരവധി പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ചാനലിലൂടെ കവർ ചെയ്യുന്നുള്ള ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ പ്ലേലിസ്റ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രിപ്പറേറ്ററി വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ഏകദേശം 86-90 വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യപ്പെടും. എഗെയിൻ നിങ്ങൾ MBA പഠനത്തിലേക്ക് കടക്കുമ്പോൾ MBA ഫസ്റ്റ് സെമസ്റ്റർ സബ്ജക്ട്സ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതൽ സബ്ജക്ട് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ വരുന്ന സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് കണ്ടന്റുകൾ. ഒപ്പം തന്നെ വിവിധമായ കേസ് സ്റ്റഡികൾ, മറ്റ് റാങ്കിങ്, റേറ്റിംഗ്, അങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. Now moving further, ഈ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്ലോബൽ ഇൻഡെക്സസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻഡെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ഇൻഡെക്സുകൾ, ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇപ്പോൾ ഫിൻലൻഡ് പല വർഷങ്ങളായിട്ട്
ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് വരുന്ന രാജ്യമാണ്. അപ്പം ഹാപ്പിനെസ് ഇൻഡെക്സ് പോലത്തെ ചില ഇൻഡെക്സുകളൊക്കെ ഉണ്ട്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇങ്ങനത്തെ ഇൻഡെക്സുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്തരം ഇൻഡെക്സുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ മെമ്പർഷിപ്പ് ഓപ്ഷനുള്ള ആൾക്കാർക്ക് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചുരുങ്ങിയത് 4-5 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഈ ഒരു പീരീഡിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഈവൻ്റ് ആണ്. എസ്പെഷ്യലി ഇന്ത്യയിലെ മെഡലിസ്റ്റുകൾ മറ്റു കാര്യങ്ങൾ അങ്ങനെ ജനറലി ഉള്ള ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കുറേ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതർ സ്പോർട്സ് ഈവൻറ്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റ് സ്പോർട്സ് ഈവൻ്റ് ആണെന്ന് യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, അതിൻ്റെയൊക്കെ ആരാണ് വിൻ ചെയ്ത ടോപ്പ് സ്കോറേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ICC മെൻസ് T20 വേൾഡ് കപ്പ് ഇന്ത്യയാണ് വിൻ ചെയ്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ICC T20 ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ. അഗൈൻ ലോറൻ വേൾഡ് സ്പോർട്സ് അവാർഡ്. അപ്പോൾ സ്പോർട്സ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറയാം. നാഷണൽ സ്പോർട്സിൽ പ്രധാനപ്പെട്ട ചില അവാർഡുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. അഗൈൻ പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഖേൽ രത്ന അവാർഡുകൾ, അങ്ങനത്തെ അവാർഡ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് നോക്കുന്നതാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സിൽ ബിസിനസ്സിലൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട ശ്രദ്ധ നേടി പേഴ്സണാലിറ്റീസ്, ചില അവാർഡുകൾ, റെക്കഗ്നേഷൻസ്, ചില ലീഡർഷിപ്പ് മാറ്റങ്ങൾ, പുതിയ ചില കമ്പനി ലീഡർഷിപ്പിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലൊക്കെ വന്ന വ്യക്തിത്വങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ ചോദിച്ചു കാണാനുള്ള ചില ഏരിയാസ്. ഇതൊരു എക്സാമ്പിൾ പോലെ പറയുവാണെങ്കിൽ ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആണ്. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഏരിയ. ടൈം മാഗസിൻ തന്നെ CEO ഓഫ് ദി ഇയർ, ടൈം മാഗസിൻ്റെ പല റേറ്റിംഗ്സുകളൊക്കെ ഉണ്ട്. ഫോബ്സ് മാഗസിൻ്റെ ഇതുപോലത്തെ റേറ്റിംഗ്സും അല്ലെങ്കിൽ ചില റെക്കഗ്നേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ശ്രദ്ധ നേടാവുന്ന കാര്യമാണ്. നാഷണൽ ലെവലിലുള്ള മറ്റു ചില അവാർഡ്, പത്മ അവാർഡുകൾ, ഫിലിം അവാർഡ്. പത്മ അവാർഡ് ഇപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റ് 2025 കോൺടെക്സ്റ്റിലും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം റീസെന്റ് പത്മ അവാർഡ് മലയാളികളെ പല ആൾക്കാർക്ക് കിട്ടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ 2025 ചോദിക്കാം, 2024 ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഗ്ലോബലി നടക്കുന്ന ചില ഈവെന്റുകൾ, പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവെന്റ്സുകൾ. അപ്പം G7 സമ്മിറ്റ് എവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ നാറ്റോ ഉച്ചകോടി എവിടെയാണ് സംഭവിച്ചത്, G20 കഴിഞ്ഞ വർഷം എവിടെയാണ് നടന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതിലൊക്കെ ഇന്ത്യയിലോ ഏഷ്യയിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന മറ്റ് പ്രധാനപ്പെട്ട സമ്മിറ്റുകൾ, അങ്ങനത്തെ ശ്രദ്ധ നേടിയ ചില ഈവെന്റുകൾ, ഗ്ലോബൽ ഈവെന്റുകൾ, സമ്മിറ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധ ചോദിക്കാനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓസ്കാർ, 2024 ഓസ്കാറിനെ പറ്റി ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ. 2024 എഗെയിൻ 2025 ഓസ്കാർ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചില മൂവീസ് ഒക്കെ അതിന്റെ ആദ്യ ഘട്ടങ്ങളിലൂടെയൊക്കെ പോയിരുന്നു. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സിനെ പറ്റിയും അതിലേക്ക് ഇന്ത്യൻ നോമിനേഷൻസ് ഒക്കെ എന്തായിരുന്നു ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തതൊക്കെ, ഗോഡ് ലൈഫ് ഒക്കെ ഇതിന്റെ ഫസ്റ്റ് ലെവലിലേക്കൊക്കെ വന്നിരുന്നു. പക്ഷെ മുന്നോട്ട് അധികം പോയില്ല. അപ്പൊ 2025 ഓസ്കാർ അവാർഡ് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ 2024 ഓസ്കാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതൊക്കെ പ്രൊഫഷണൽ ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചു വെക്കാവുന്ന ഏരിയാസ് ആണ്. മറ്റു ചില ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ മേജർ അക്വിസിഷൻ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ 1.5 വർഷത്തിൽ പ്രധാനപ്പെട്ട ചില കമ്പനികൾ തമ്മിലുള്ള മേജർ അക്വിസിഷൻ, അങ്ങനെ ഏറ്റെടുക്കൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബിസിനസ് ലോകത്ത് നടന്ന ചില മാറ്റങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. പുതിയ റോൾസ്, CEOs, ലീഡർഷിപ്പ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം ചില കാര്യങ്ങളും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കോൺടെക്സ്റ്റും ഗ്ലോബൽ കോൺടെക്സ്റ്റിലും പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ, ചില പ്രധാനപ്പെട്ട പുതിയ പ്രൊജക്ട്സുകളൊക്കെ ചില കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ AI ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എഡ്യൂക്കേഷൻ പോളിസി, AI പലപ്പോഴും ന്യൂസിൽ അല്ലെങ്കിൽ വരുന്ന ഏരിയയാണ്. അപ്പം AI ആയിട്ട് ബന്ധപ്പെട്ട പുതിയ ഇൻഡസ്ട്രീസ്, പുതിയ പ്രൊജക്ട്സുകൾ, പുതിയ ഇനീഷ്യേറ്റീവ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതാണ്. AI ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത ചില കമ്പനികളിൽ അവരുടെ സർവീസുകൾ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ, ഇതൊക്കെ പലപ്പോഴും ഈ ഒരു ജനറൽ നോളജ് സെക്ഷനിനകത്ത് അഥവാ കറണ്ട് അഫയേഴ്സ് സെക്ഷനിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയയാണ്, ഫോക്കസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇത്തരം ഏരിയാസ് ഒക്കെ ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതാനും വീഡിയോസ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ വീഡിയോസ് മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മെമ്പർഷിപ്പ് ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ജോയിൻ ബട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ മന്ത്ലി 59 rupees മെമ്പർഷിപ്പ് ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മെമ്പർഷിപ്പ് ഓപ്ഷനിലൂടെ കൂടുതൽ പെർക്സ് കൂടുതൽ ആഡ് ഓൺ വീഡിയോസുകൾ നിങ്ങൾക്ക് എത്താം. എനി ടൈം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്ന ഓപ്ഷൻ രീതിയിലാണ് ഇത് സെറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അഗെയിൻ ഫൈനലി ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ. Till then, all of you take care. Stay safe.